ഹായ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ. അപ്പോൾ ഇന്ന് സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് വൈഫിന് ലീവാണ്, അവൾ വീട്ടിൽ തന്നെ ഉണ്ട്. ഇന്ന് സേവനഭാരവുമായിട്ട് നിൽക്കുകയാണ് അവൾ. കാരണം സാധാരണ ഗാന്ധി ജയന്തിക്കാണ് സേവനഭാരമെങ്കിലും ഇന്ന് ലീവ് ആയതുകൊണ്ട് വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങിയതാണ്. അപ്പോൾ എനിക്കിന്ന് തന്നിരിക്കുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാനായിട്ടാണ്. കാരണം നമ്മുടെ കിണറ്റിൽ നല്ല ഓര, ഞാനിത് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനാണ് ഞാനിപ്പോൾ ഇവിടെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഈ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം ഇവിടെ നല്ല ഓരുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ടാങ്ക് ഒന്ന് കയറി നോക്കിയെങ്കിലേ അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത്. നമുക്കപ്പോൾ നേരെ ടാങ്ക് ക്ലീനിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അവളങ്ങനെ രാവിലെ തൂമ്പായി എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് വീടും പരിസരമൊക്കെ വൃത്തിയാക്കുക എന്നുള്ള. ചിങ്ങം ഒന്നൊക്കെ വരുമല്ലേ, അപ്പൊ അതിനു മുമ്പ് കാടൊക്കെ പറിച്ച് എല്ലാം ഒന്ന് നീറ്റ് ആക്കാന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങിയത്. അത് തന്നെയല്ല, ഇന്നിപ്പം അവർക്ക് അവധിയും കൂടെ ആയതുകൊണ്ട് ഈ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ രണ്ടുപേരില്ലാതെ പറ്റില്ല. ഇപ്പൊ ഇത് കണ്ടില്ലേ, ഈ നമ്മുടെ വീടിന്റെ ഇവിടൊക്കെ നല്ല കാട് കയറി കിടക്കുക. ഞാൻ ഈ ബിഫോറും ആഫ്റ്ററും ഒന്ന് കാണിച്ചു തരാം. എന്ന് പറഞ്ഞാൽ ഈ കാടൊക്കെ വൃത്തിയാക്കുന്നതിന് മുമ്പ് ഇതാ അവസ്ഥ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും അവൾ അവിടെ വൃത്തിയാക്കുമ്പോഴത്തേന് ഞാൻ എന്റെ ഉദ്യമത്തിലോട്ട് കിടക്കാം. ഞാൻ രേണിയൊക്കെ ചാരി വെച്ചു. നമ്മുടെ ഈ സ്റ്റെയർ റൂമിനും മുകളിൽ ഒരു ഇത് വെച്ചിട്ട്, അതായത് ഒരു സ്റ്റാൻഡ് കൂടെ വെച്ചിട്ട് അതിന് മുകളിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വാട്ടർ ടാങ്ക് വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റെയർ റൂമിന് മുകളിൽ കയറിയിട്ട് മറ്റൊരു ഏണി കണ്ട, അവള് ഏണിയൊക്കെ എടുത്തു തന്നു എനിക്ക്. മറ്റൊരു ഏണി വെച്ചിട്ട് നമുക്ക് ഈ വാട്ടർ ടാങ്കിന്റെ മുകളിൽ കയറണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അയ്യോ, ഞാൻ ഈ സ്റ്റെയർ റൂമിന്റെ മുകളിൽ കയറിയപ്പോ കണ്ടില്ലേ അവിടെ കിടക്കുന്ന അഴുക്ക്, കരിയിലെയും പൊടിയും അഴുക്കും ഒക്കെ ആയിട്ട്. എന്തായാലും ഇനിയിപ്പോ ഇതൂടെ വാരണം, ഇടയ്ക്ക് ഇത് വാരാൻ കുഴപ്പമില്ല. ആദ്യം വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ വൃത്തിയാക്കുന്നത്. ഈ വാട്ടർ ടാങ്കിന്റെ അവസ്ഥ ഞാനത് കാണിച്ചു തരാം. എന്റെ അപ്പോ നല്ല മഞ്ഞ കളറിൽ കണ്ടില്ലേ, ഇത് കിണറ്റിലെ ഓരു വെള്ളം ആയതുകൊണ്ട് ഈ ഓരു വന്ന് ഇതിനകത്ത് കയറി കിടന്ന് അടിഞ്ഞ് ഒരു വഴിയായിട്ടുണ്ട്. അതിന്റെ അടിവശം കണ്ടില്ലേ കറുത്ത്. എന്റെ പൊന്നോ, സത്യത്തില് ഇത് എത്രയും പെട്ടെന്ന് വൃത്തിയാക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. എൻ്റെ അമ്മേ, ടാങ്കിന്റെ അവസ്ഥ കണ്ടില്ലേ, വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ഒരു നിവൃത്തിയില്ല. ഇനിയിപ്പം ഞാൻ എന്തായാലും ഇതിനകത്ത് ഇറങ്ങാതെ ഇത് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാനിത് നേരെ ഇതിനകത്തോട്ട് ഇറങ്ങാം, അല്ലാതെ വേറെ നിവൃത്തിയില്ല. കാരണം നമ്മളിപ്പോൾ എന്തൊക്കെ ഫെസിലിറ്റി ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും ഇത് ക്ലീൻ ആകത്തില്ല. ഓക്കെ, ഞാൻ ഈ ടാങ്കിനകത്തോട്ട് എടുത്ത് ചാടിയതാ, മൊത്തത്തിൽ മുങ്ങിപ്പോയി. കണ്ടില്ലേ എന്റെ ഒരു അവസ്ഥ. നമ്മളിന്ന് ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഒരു സ്പോഞ്ച്, സ്ക്രബ്ബർ, പാത്രമൊക്കെ കഴുകുന്നത്. അതുപോലെ തന്നെ പാത്രം കഴുകുന്ന ലിക്വിഡും കൂടെ. ഇതിനകത്ത് അഴുക്ക് കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇത് മൊത്തം കഴുകി കളയണം. എൻ്റെ കണ്ണിലൊക്കെ എന്തൊക്കെയോ ഒരു അസ്വസ്ഥത കേട്ടോ. എനിക്കൊന്ന് ഈ പായലടിച്ച് കയറിയാന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ ആദ്യം ഫസ്റ്റുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ വെള്ളം തുറന്നു വിടണം. ഓക്കെ, ചെളിക്കകത്ത് കിടക്കുന്നവരുണ്ട്. സത്യം പറഞ്ഞ വല്ലാത്തൊരവസ്ഥ കണ്ടില്ലേ, ചെളി വെള്ളം എന്ന് പറയുമ്പോൾ ചെളി. സത്യത്തില് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ, ഈ ടാങ്കിൻ്റെ അവസ്ഥ ഞാനൊന്ന് കാണിച്ചു തരാം. വളരെ പരിതാപകരമായ അവസ്ഥയാണ്. കാരണം നമ്മൾ ഈ വാട്ടർ ടാങ്ക് എന്തായാലും മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യണം, ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം സത്യത്തിൽ എനിക്കിതൊരു ഇൻസ്പിറേഷൻ തോന്നാൻ കാര്യം, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് ഈയിടയ്ക്കൊരു മസ്തിഷ്ക ജ്വരത്തിൻ്റെ വിഷയത്തെക്കുറിച്ച്, അതായത് വാട്ടർ ടാങ്കിൽ നിന്ന് ഈ മസ്തിഷ്ക ജ്വരത്തിനുള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ ആ ബാക്ടീരിയക്കുള്ള സാധ്യതകളുണ്ടെന്നൊരു ഇത് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മോട്ടിവേഷനാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ടാങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് കയറിയത്. അത് പക്ഷേ വലിയൊരു അനുഗ്രഹമായി. കാരണം ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ അവസ്ഥ ഞാൻ ശരിക്കും മനസ്സിലാക്കിയത്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടില്ലേ എൻ്റെ പൊന്നോ, ഇതാ മോൾ വശമൊക്കെ ഞാൻ ഇത്രയൊക്കെ ക്ലീൻ ചെയ്തു. ഇനി അടിവശമാണ് ക്ലീൻ ചെയ്യാനുള്ളത്. ഒരു രക്ഷയില്ല. അയ്യോ, ഇനി നമുക്ക് ഇത്രയും ഭാഗം കൂടെ ഉള്ളൂ ക്ലീൻ ചെയ്യാൻ. വെള്ളം കോരിക്കളഞ്ഞു നോക്കി, മറ്റു പല വഴികളും നോക്കി. അവസാനം ഞാൻ ഈ ഹാൻഡ് ബാസ് എന്ന് പറയുന്ന ഞാനൊരു ഓൺലൈനിൽ വരുത്തിയ ഒരു സാധനം, അത് വെച്ചിട്ട് ഇനി ഈ വെള്ളം ഒന്ന് എടുത്ത് കളയാമോ നോക്കുകയാണ് കേട്ടോ. നല്ല പണിപ്പെട്ടു. കാരണം ഈ അടിയിലത്തെ വെള്ളം നമുക്ക് കളയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ തോർത്തൊക്കെ വെച്ച് തുണി വെച്ച് മുക്കി പിഴിഞ്ഞ് ബക്കറ്റിനകത്ത് എടുത്ത് വേണം കളയാൻ. പല വഴികൾ നോക്കുന്നുണ്ട്.
കണ്ണ് കണ്ടു. ഇനി ഞാൻ ഇന്ന് മോളിൽ കയറിയിട്ട് നമ്മുടെ ടാങ്കിന്റെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാം. അയ്യോ, നമ്മുടെ ടാങ്ക് അങ്ങനെ ഏകദേശമൊക്കെ വൃത്തിയായി. ഏകദേശം ഒരു 2 മണിക്കൂർ എടുത്ത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, ഈ ടാങ്കിൻ്റെ നേരെ അടിയിലായിട്ട് ഒരു ഔട്ടറൂടെ കൊടുത്തിരുന്നെങ്കിൽ പെട്ടെന്ന് ഈ വെള്ളമെല്ലാം കളയായിരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെള്ളം കുത്തിയിരുന്ന് കോരി കളയായിരുന്നു. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ടാങ്ക് എത്രത്തോളം വൃത്തിയായി എന്നുള്ളത്. കണ്ട, നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുക. കണ്ട, ഇത്ര പോവുള്ളൂ. മഞ്ഞ കളറൊക്കെ ചെറുതായിട്ടുണ്ട്, എന്നാലും പഴയതിലൊക്കെ എത്രയോ ഭേദമാണ്. കണ്ടില്ലേ? ഇനി നമ്മുടെ ടാങ്കിലേക്ക് വെള്ളം വീഴുന്നതോടെ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, മോട്ടർ അടിച്ചു, അടിപൊളി. ഇത് കിണറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് വെള്ളം വീഴുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല, പക്ഷെ വെള്ളം കുറച്ചു നേരം കിടന്നു കഴിയുമ്പോൾ നല്ല കലക്കലായിരിക്കും. അങ്ങനെ ടാങ്കിന്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ അവളെ സഹായിക്കാൻ നമ്മുടെ താപ്പോട്ട് വന്നപ്പോഴത്തേനും ഏകദേശം കംപ്ലീറ്റ് വൃത്തിയാക്കിയിട്ടിരിക്കുക. ഇതാണ് ആഫ്റ്റർ. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ബിഫോറും ആഫ്റ്ററും കാണിക്കാവുന്ന. നല്ല അടിപൊളിയായിട്ട് മുറ്റത്തെ ചെടികൾ ഒഴിച്ച് ബാക്കി പോച്ചകളെല്ലാം അവള് നുള്ളിപ്പറക്കി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു 3/4 ഭാഗം ജോലി എനിക്കും കുറവുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനും ഇതിന്റെ പുറകെ കൂടെ ഇറങ്ങിയിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം മൊത്തം കംപ്ലീറ്റ് ഈ ഒരു പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കേണ്ടി വന്നേനെ. കണ്ടില്ലേ, സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി. ചെടികൾ ഒഴിച്ച് ബാക്കിയുള്ള കംപ്ലീറ്റ് കാടുകളും പറിച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ എന്തായാലും നമ്മുടെ ഗംഭീര സേവനവാരം ഇന്ന് അടിപൊളിയായി. അപ്പോൾ നമ്മൾ ഉദ്യമം അങ്ങനെ സക്സസ് ആയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, നല്ല ക്ഷീണിച്ചു, ഇനി പോയി ചോറുണ്ടട്ടെ. ഓക്കെ, ബൈ.